എല്ലാവർക്കും അമരവാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമുക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മളെ വീഡിയോ കൊണ്ടുപോകുന്നത്. നമ്മുടെ കുലദേവതയെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പലരുടെയും സംശയത്തിൽ നിന്നാണ് നമ്മൾ ഈ വിഷയത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്തായാലും എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ഓരോ കുടുംബങ്ങളും ഏത് കാലം മുതലാണ് ഈ ഭൂമിയിൽ വസിച്ചു തുടങ്ങിയത്, അതുമുതലേ ഈ കുലദേവതയ്ക്ക് നമ്മളോടുള്ള സാമീപ്യത്തെ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ എന്നാണോ ഒരു കുടുംബമായിട്ട് ജീവിച്ചു തുടങ്ങിയത്, അന്ന് മുതലേ മനുഷ്യന് പലതരം ആവശ്യങ്ങളും അതുപോലെ തങ്ങളുടെ കുലത്തിൻ്റെ സംരക്ഷണങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ പരിമിതനായിട്ടുള്ള ഈ മനുഷ്യനെ അവൻ്റെ കുലത്തെ എല്ലാ കാലത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രകൃതിയിലുള്ള വലിയ ഒരു ശക്തിയുണ്ട്. അത് നമ്മുടെ ദൈവിക ശക്തി എന്ന് പറയും. അത് ദേവതാശക്തി. ആ ദേവതാശക്തിയെ കൂട്ടുപിടിക്കുകയും അതിനെ തങ്ങളിലേക്ക് ആവാഹിക്കുകയും അതിൻ്റെ ശക്തി നമ്മുടെ കുടുംബത്തിൽ വിലയം പ്രാപിക്കുകയും അതുപോലെ തന്നെ ആ ശക്തിയെ നമ്മൾ കുലദേവതയായിട്ട് സങ്കല്പിക്കുകയും ആ ശക്തി നമ്മളുടെ കുലത്തെ സംരക്ഷിക്കുകയും ചെയ്തു പോരുന്നു എന്നുള്ളത് വളരെ ഒരു വലിയ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ കുടുംബത്തിനും ഓരോ കുലത്തിനും അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ഇപ്പോഴും തങ്ങളുടെ കുലദേവത ആരാണ് എന്താണ് എന്ന് അറിയാത്ത ഒരു പരിതസ്ഥിതിയാണുള്ളത്. അപ്പം അവർക്ക് വേണ്ടി ആ കുലദേവതയെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, അത് ദേവനാണോ ദേവിയാണോ അല്ലെങ്കിൽ ഏത് ഭാഗത്ത് നിന്ന് വന്നതാണ്, അത് ഏത് രീതിയിലാണ് നമുക്ക് അനുഭവപ്പെടുക എന്നുള്ളത് ഉള്ളൊരു കൃത്യമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമതായിട്ട് നമുക്ക് നമ്മുടെ കുലദേവതയെ തിരിച്ചറിയാൻ നമ്മുടെ കുടുംബത്തിലെ പൂർവികരായിട്ടുള്ള കാരണവന്മാർ അവരുടെ ഈ കുലത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദേവതയെ അവർ ആരാധിക്കുകയും ആ ദേവതയ്ക്ക് അവർ എല്ലാ കാലത്തും പലതരത്തിലുള്ള പൂജകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊണ്ടുപോരുകയും പതിവുണ്ട്. അത് നമ്മുടെ വരും തലമുറയ്ക്ക് അവർ പകർന്ന് തരുന്ന ഒരു സാഹചര്യമാണ് ഒന്നാമതായിട്ടുള്ളത്. അപ്പം അതിൽ ഓരോ കുടുംബത്തിനും അവരുടെ പൂർവികരായിട്ടുള്ള ആളുകൾ മക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ തങ്ങളുടെ കൊച്ചുമക്കൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ അവർ പല കഥകളിലൂടെയും അല്ലെങ്കിൽ പല ആചാരത്തിലൂടെയും അല്ലെങ്കിൽ ഓരോ വർഷത്തിൽ ചെയ്യുന്ന പൂജയിലൂടെയും ആ പൂജ ചെയ്യുന്ന സമയത്ത് അവർ പറയും, ദേവിയെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ ദേവനെ പ്രാർത്ഥിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ മുത്തപ്പായിനെ പ്രാർത്ഥിച്ചോളൂ, അല്ലെങ്കിൽ മുത്തപ്പായിക്ക് അരിയും പൂവിടൂ, അല്ലെങ്കിൽ നമ്മളെ ആ മുരുകസ്വാമിക്ക് അരിയും പൂവിടൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ വാക്കിൽ നിന്ന് നമുക്ക് കിട്ടും. കാരണം അവരൊരിക്കലും ഇത് നമ്മളുടെ കുലദൈവമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഓരോ പ്രാർത്ഥനാ ഘട്ടങ്ങളിൽ ഓരോ നമ്മളെ കുടുംബത്തിൽ നടക്കുന്ന ഒരു പ്രധാന കാര്യത്തിലും അല്ലെങ്കിൽ ഒരു വിവാഹം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു പ്രധാന യാത്ര പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയുള്ള സമയത്തായാലും നമ്മുടെ പൂർവികർ പറയും, ഗുരുകാരണവന്മാരെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെയുള്ള ചില വാക്കുകളിലൂടെ ഇത് ദേവനാണോ ദേവിയാണോ ഏത് ശക്തിയാണ് എന്നുള്ളത് നമുക്ക് പൂർവികരായിട്ടുള്ള ആളുകൾ, പഴയ ആളുകൾ നമുക്ക് മനസ്സിലാക്കി തരും. അത് നമ്മൾ അച്ഛനാവും അമ്മയാവും അല്ലെങ്കിൽ അച്ഛമ്മയാവും അച്ഛനാവും അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന ആളായിരിക്കാം. അതിലൂടെ നമുക്ക് നമ്മുടെ കുലദേവതയെ നമ്മളെ മനസ്സിൽ ഉറപ്പിക്കുകയും അത് പരമ്പരയായിട്ട് തുടർന്നു പോവുകയും ആ ദേവതാ ശക്തി നമുക്ക് വർഷത്തിൽ നമ്മൾ ആരാധിക്കുകയും നിത്യേന നമ്മൾ അതിന് വിളക്ക് കത്തിക്കുകയും ചെയ്ത് ആ കുലദേവതയുടെ ശക്തി കുലദേവതയുടെ ആനുകൂല്യം നമ്മൾ നിരന്തരമായിട്ട് നേടിയെടുക്കുന്ന ഒരു സംവിധാനമാണ് ഒന്നാമതായി കാണുന്നത്. ഇനി രണ്ടാമതൊരു കാര്യം, നമ്മൾ ഓരോ കുലത്തിനും കുലദേവത അത്യാവശ്യമാണ്, നിർബന്ധമാണ്. കാരണം നമ്മളെ ഒരു കുടുംബത്തെ ഒരു കുലത്തെ
യാതൊരു കേടുപാടും കൂടാതെ സംരക്ഷിച്ചു പോവുക എന്നുള്ളത് വലിയ കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെ കുലദേവത എല്ലാവർക്കും ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും ഉണ്ടാകും. ചിലവർ അത് പകർന്നു കൊടുക്കാതെ ആ അറിവ് അല്ലെങ്കിൽ ആ ഒരു വിവരം നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ടായിരിക്കാം. കുലദേവത എന്തായാലും ഉണ്ടാവും എന്നുള്ളതിൽ തീർച്ചയാണ്. ഏതെങ്കിലും ഒരു കാലത്ത് ആരാധിച്ചിട്ട് പോന്നിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു കുലത്തിന് അല്ലെങ്കിൽ പൂർവികരായിട്ടുള്ള ഏതെങ്കിലും ഒരു കുലത്തിനെ അത് സംരക്ഷിക്കാൻ വേണ്ടി ആരാധിച്ചിട്ടുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. കാരണം പ്രകൃതിയിലുള്ള ശക്തികളെ മനുഷ്യൻ എല്ലാ കാലവും ആരാധിച്ചിരുന്നു. അപ്പോൾ ആ കുലദേവത ഏതാണെന്നുള്ള രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മൾ ഏത് പ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നത്, അതായത് നമ്മുടെ കുടുംബം പല ഭാഗത്തു നിന്നും പല ഭാഗത്തിലേക്ക് വഴിമാറിപ്പോയിട്ടുണ്ടാവാം. ഓരോ ജോലി ആവശ്യാർത്ഥം അല്ലെങ്കിൽ പല കാരണങ്ങളാൽ വേർപിരിഞ്ഞ് പല ഭാഗത്തിലേക്ക് പോയിട്ടുണ്ടാവാം. ആ പോകുന്ന സമയത്ത് നമ്മൾ എല്ലാ വർഷവും സ്ഥിരമായിട്ട് നമ്മുടെ പൂർവികർ എല്ലാ വർഷവും ഏത് ദേവതയുടെ സന്നിധിയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരുന്നത് സ്ഥിരമായിട്ട് എന്നുള്ളത് നമ്മളൊന്ന് തൽക്കാലം നമ്മളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ, നമ്മളോട് അവർ പറഞ്ഞിട്ടില്ല, പക്ഷെ അവർ നമുക്ക് അന്വേഷിച്ചാൽ അറിയാം. അല്ലെങ്കിൽ നമ്മളെ അച്ഛനോട് അന്വേഷിച്ചറിയാം, അല്ലെങ്കിൽ നമ്മളെ മുതിർന്ന ആളുകളോട് അന്വേഷിച്ചറിയാം. നമ്മുടെ പൂർവികരായിട്ടുള്ള കാരണവന്മാർ അല്ലെ അച്ചച്ച അമ്മമ്മ അല്ലെങ്കിൽ അവരെ പൂർവികരായിട്ടുള്ള ആളുകൾ ഏത് ദേവതാ സന്നിധിയിലേക്കാണ് എല്ലാ വർഷവും അല്ലെങ്കിൽ നിരന്തരമായിട്ട് അവർ പോയിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. ഒന്നുകിൽ അവർ എല്ലാ വർഷത്തിലും കൊടുങ്ങല്ലൂർക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചോറ്റാനിക്കരയ്ക്ക് സ്ഥിരമായിട്ട് പോകുന്നൊരു സംവിധാനം ഉണ്ടാവും, അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ നമ്മുടെ പറശ്ശിനിക്കടവിലേക്ക് പോയിട്ടുണ്ടാവും, മുത്തപ്പ സന്നിധിയിലേക്ക് പോകുന്നത് നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് മനസ്സിലാവില്ല സ്ഥിരമായിട്ട് മുരുകസ്വാമിയുടെ സന്നിധിയിലേക്ക്, അതായത് പഴനി മലയിലേക്ക് ഒരു നിരന്തരമായിട്ടുള്ളൊരു സ്ഥിരമായിട്ടുള്ളൊരു യാത്ര അവർ ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇനി അതുമല്ലെങ്കിൽ ഈ ദൂരേക്കല്ലാത്ത ഒരു സ്ഥലമാണെങ്കിലും സാധാരണ നമ്മുടെ പൂർവികർ ദൂരേക്കൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് നമ്മുടെ പ്രദേശത്തുള്ള തട്ടകത്തിൽ, അതുപോലെ നമ്മുടെ പ്രദേശത്ത് പലതര ദേവതാ ക്ഷേത്രങ്ങൾ ഉണ്ടാവും. ശിവൻ ഉണ്ടാവും, വിഷ്ണു ഉണ്ടാവും, ദേവി ഉണ്ടാവും, മുരുകസ്വാമി ഉണ്ടാവും, മുത്തപ്പൻ ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ദേവതാ സങ്കല്പങ്ങളുള്ള ക്ഷേത്രങ്ങൾ നമ്മുടെ പ്രദേശത്തുണ്ടാവും. ആ പ്രദേശത്തുള്ള ഏത് ക്ഷേത്രത്തിലേക്കാണ് ഇവർ, ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ചോറ് കൊടുക്കാൻ ഏത് ക്ഷേത്രത്തിലേക്കാണ് അവർ പോയിരുന്നത്, തങ്ങൾക്ക് എവിടുന്നാണ് ചോറ് കൊടുത്തത്, അല്ലെങ്കിൽ തങ്ങൾക്ക് എവിടുന്നാണ് പേര് വിളിച്ചത്, തങ്ങളുടെ അച്ഛനെ, തങ്ങളുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ തങ്ങളുടെ അച്ഛന് എവിടെ കൊണ്ടാണ് ചോറ് കൊടുത്തത്, എവിടുന്നാണ് പേര് വിളിച്ചത് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രദേശത്തുള്ള അടുത്തുള്ള ഒരു ദേവീ ക്ഷേത്രത്തിലായിരിക്കാം, അല്ലെങ്കിൽ ദേവതാ ക്ഷേത്രത്തിലായിരിക്കാം. അങ്ങനെ വിശേഷപ്പെട്ട ഏതെങ്കിലും ഒരു പ്രത്യേക ക്ഷേത്രത്തിലായിരിക്കാം നമ്മുടെ ആ കുടുംബത്തിലുള്ളവരുടെയൊക്കെ പേര് വിളിക്കലും അല്ലെങ്കിൽ ചോറൂണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക തീർച്ചയായിട്ടും. അതുപോലെ ദൂരേക്കുള്ള യാത്ര സമയത്ത്, വലിയ തീർത്ഥാടന സമയത്തൊക്കെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രാർത്ഥന നടത്തിയിട്ടായിരിക്കാം അവർ പോയിട്ടുണ്ടാവുക. അങ്ങനെ ആ തൊട്ടടുത്തുള്ള ആ ക്ഷേത്രം ഏതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അത് ചിലപ്പോൾ ദേവിയാവും, അല്ലെങ്കിൽ ദേവനാവും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രകാരത്തിലുള്ള ആ ക്ഷേത്രങ്ങളായിരിക്കും. അങ്ങനെ അത് ദേവിയാണോ ദേവനാണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. കാരണം എവിടെയാണ് ഇവരുടെ മനസ്സ്, ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ എവിടെയാണ് ഇവരുടെ മനസ്സ്, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലെ പ്രധാന കാര്യം വരുമ്പോൾ ഏത് സന്നിധിയിലേക്കാണ് ഇവർ നമ്മളെ കൊണ്ടുപോയിരുന്നത്, അല്ലെങ്കിൽ നമ്മളെ അച്ഛനെ കൊണ്ടുപോയിരുന്നത്, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോയിരുന്നത് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ അവർ പോയിരുന്നത് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ ദേവതാ സങ്കല്പം, ആ കുലദേവത ഏതാണെന്ന്, ശക്തി ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്തായാലും ഈ രണ്ടാമത് പറഞ്ഞത് വ്യക്തമാണെന്ന് കരുതുന്നു. നമ്മളെ ദൂരേക്കുള്ള ക്ഷേത്രം ഏത് ക്ഷേത്രത്തിലേക്കാണ് അല്ലെങ്കിൽ ഏത് സന്നിധിയിലേക്കാണ് നിരന്തരമായി പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏത് സന്നിധിയിലേക്കാണ് പോയിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ മനസ്സിലാക്കി. ഇതൊക്കെ മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് അന്വേഷണത്തിലൂടെ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാവുന്ന കാര്യമാണ്. ഇങ്ങനെ രണ്ടാമത് നമ്മളുടെ കുലദേവത ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള സാധ്യത നമുക്ക് നമ്മളെ മുന്നിൽ പ്രത്യക്ഷമായിട്ട് നമുക്ക് നമ്മളെ മുന്നിലുണ്ട്.
ഇനി ഈ പറഞ്ഞ 2 കാര്യങ്ങളിലൂടെ നമുക്ക് നമ്മുടെ കുലദേവതയെ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും പിന്നെ മൂന്നാമത് ഉള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ജ്യോതിഷിയെ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ വെക്കണം. നമ്മൾ പോയി അന്വേഷിച്ചാൽ പോരെ, നമ്മളെ കുടുംബത്തിലേക്ക് ക്ഷണിച്ച് നമ്മളിനി കുടുംബാംഗങ്ങളെല്ലാവരും കൂടിയിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ താമ്പൂല പ്രശ്നം നമ്മളെ കുലദേവതയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യനെ കൊടുന്നിട്ട് നമുക്ക് അവരുടെ അവർക്ക് ഓരോ ലക്ഷണങ്ങളിലൂടെ അല്ലെങ്കിൽ പിന്നെ അവരുടെ രാശിയിലൂടെ അവർ പലതരം കാര്യങ്ങളിലൂടെ പലതരം പോയിന്റിലൂടെ അവർക്ക് നമുക്ക് നമ്മുടെ കുടുംബത്തിന് പറഞ്ഞു തരാൻ സാധിക്കും. നമ്മുടെ കുടുംബം മുന്നേതായിട്ടുള്ള ആരാധിച്ചു പോന്നിരുന്ന ആ ശക്തി ഏതാണെന്ന് അവർക്ക് ഒരു സൂചന നൽകാൻ നമുക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ, ചെറിയൊരു പ്രശ്നവെപ്പിലൂടെ നമുക്ക് അത് കണ്ടെത്താൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു തരില്ല. അവർ നമ്മളെ കുടുംബത്തിലേക്ക് വരുന്ന സമയത്ത്, നമ്മളെ അവിടെ കാണുന്ന സമയത്ത്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ സ്പർശിക്കുന്ന സമയത്ത് നമ്മളുടെ ചില ചേഷ്ടകൾ, നമ്മുടേതായിട്ടുള്ള ചില പെരുമാറ്റങ്ങൾ, ഇതിലൂടെ പിന്നെ പാരമ്പര്യമായിട്ട് കഴിവുള്ള ജ്യോത്സ്യനാണെങ്കിൽ അവർക്കത് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ഗുരുക്കന്മാർ എന്ന് പറയാം, നമുക്ക് അവരെ ജ്യോതിഷികളെ ദൈവജ്ഞരെന്ന് പറയാം. അവരിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കുലദേവതയെ തീർച്ചയായിട്ടും തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇതിന് നമ്മൾ മുതിരുന്നില്ലെങ്കിൽ, ഈ 3 കാര്യത്തിലൂടെയും നമുക്ക് മുതിർന്ന് തൃപ്തികരമല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു പ്രാർത്ഥനയിലൂടെ എൻ്റെ കുലദേവതയെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുലദേവതയെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ഒരു ഈ 21 ദിവസം നമ്മൾ നമ്മുടേതായിട്ടുള്ള ചില ചിട്ടകളും നോലുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ, രാവിലെ വിളക്ക് കത്തിക്കുക, വൈകുന്നേരം വിളക്ക് കത്തിക്കുക, സദാസമയം ഈ ദേവത ആരാണെന്ന് എനിക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു തരണേ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ എന്ന് എന്താണ് നമ്മൾ വിളിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഭഗവാനെ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആ പ്രാർത്ഥനാ സമയത്ത് ഭഗവാനെ എന്നാണോ നമ്മൾ വിളിക്കുന്നത്, നമുക്ക് നിരന്തരമായിട്ട് ഏതാണോ പൊന്തി വരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ നമ്മൾ ഭഗവതി അല്ലെങ്കിൽ ദേവി അല്ലെങ്കിൽ മുരുകസ്വാമി അല്ലെങ്കിൽ മുത്തപ്പ അല്ലെങ്കിൽ ഗുരുക്കന്മാരെ എന്ന് എന്താണ് നമ്മുടെ വാക്കിൽ, നാമത്തിൽ വരുന്നത്, ഈ 21 ദിവസവും ഏറ്റവും കൂടുതൽ നമ്മുടെ വാക്കിൽ, നാമത്തിൽ വരുന്നത് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ ശക്തിയെ നമുക്ക് നമ്മുടെ കുലദേവതയായിട്ട് ഉറപ്പിക്കാം. അതായത് നമ്മളെ മനസ്സിൽ കിളിർക്കുകയും മനസ്സിൽ പൊന്തി വരികയും നമ്മളെ വാക്കിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യുന്ന ആ വാക്ക് ശക്തിയെ, ആ ദേവതയുടെ നാമത്തെ കൂടുതൽ ഏതാണോ വന്നത് അതിനെ നമുക്ക് നമ്മുടെ കുലദേവതയായിട്ട് സങ്കല്പിക്കാം. കാരണം അത് നമ്മളെ ഉള്ളിലുള്ളതാണ്. അത് നമ്മൾ ഈ കുളി നോലുമ്പ് അതുപോലെ നമ്മൾ ആ പ്രാർത്ഥന സമർപ്പണമായിട്ടുള്ള കുറച്ച് ദിവസം നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് വരും. അല്ലെങ്കിൽ കുറച്ച് നിവേദ്യം, കുറച്ച് പഴങ്ങൾ നമ്മൾ ഭഗവാന് നമ്മൾ വിളക്ക് കത്തിക്കുന്നവർക്ക് വെച്ച് നോക്കും. നിരന്തരം വെക്കുന്ന സമയത്ത് നമുക്ക് ആരാണോ ആ ദേവത എന്നുള്ളത് നമുക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയും. അത് നമ്മളെ വാക്കിലൂടെ അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ അത് തെളിഞ്ഞു വരാനുള്ളൊരു വലിയ സാധ്യത നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. ഇത് നമ്മൾ സമർപ്പണത്തിലൂടെ നമുക്ക് ഈ കുലദേവത ആരാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. ഇതിലൂടെയും നമുക്ക് കുലദേവതയെ തിരിച്ചറിയാൻ വേണ്ട രീതിയിൽ നമുക്ക് അതൊരു തൃപ്തികരമല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ദിവസങ്ങളിൽ ഇത്തരം ദിവസങ്ങളിൽ നമ്മൾ ഈ ചിന്താഗതിയോടുകൂടി നടക്കുകയും ഇരിക്കുകയും ഉണ്ണുകയും അതുപോലെ നമ്മൾ കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്യുന്നത് ഈ ചിന്തയോടുകൂടിയാണെങ്കിൽ, ഒരു കുലദേവതയെ എനിക്ക് സാന്നിധ്യം തിരിച്ചറിയണം എന്നുള്ള ഒരു സങ്കല്പത്തിലൂടെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കുടുംബാംഗങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് സ്വപ്നത്തിലൂടെ നമുക്ക് ആ ഒരു സന്നിധി നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അത് ദേവനാണോ ദേവിയാണോ ഏത് ദേവതയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് സ്വപ്നത്തിലൂടെ നമുക്ക് തീർച്ചയായിട്ടും അത് കാണിച്ചു തരും എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മുടെ ഈ വ്രതമായിട്ട് നിൽക്കുന്ന കുടുംബാംഗങ്ങളിൽ ചിലപ്പോൾ കുട്ടിക്കാവാം, ചിലപ്പോൾ അവിടുത്തെ സ്ത്രീക്കാവാം, ചിലപ്പോൾ അവിടുത്തെ കാരണവർക്കാവും, ആർക്കെന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരാളിലൂടെ അത് സ്വപ്നത്തിലൂടെ
ആ ദേവത നമുക്ക് അത് കാണിച്ചു തരികയും അത് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ സംവിധാനത്തിലൂടെ ഒന്നും അല്ലാതെ തരത്തിൽ നമുക്ക് കുലദേവതയെ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു കാര്യം നമുക്ക് ചെയ്യാം. നമ്മൾ എത്തപ്പെട്ട സ്ഥലം, നമ്മളിപ്പോൾ താമസിക്കുന്ന ഒരു പ്രദേശമുണ്ടാവും. ആ പ്രദേശത്തെ നമ്മുടെ വീടിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വലിയ ക്ഷേത്രം ഏതാണെന്ന് നോക്കണം. നമ്മളോട് അടുത്ത് നിൽക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള പൂർവികമായിട്ടുള്ള കുറേ കാലങ്ങളായി നിലനിൽക്കുന്ന പൂർവികമായിട്ടുള്ള ക്ഷേത്രം ഏതാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ദേവതയെ നമുക്ക്, അത് ദേവനാവാം, വിഷ്ണുവാവാം, അല്ലെങ്കിൽ ശിവനാവാം, ദേവിയാവാം, ഏതായാലും പിന്നെ ആ ദേവതയെ നമുക്ക് കുലദേവതയായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ പുരാതന ക്ഷേത്രത്തിലെ ആ ശക്തിയെ നമുക്ക് നമ്മുടെ കുലദേവതയായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇനി അതും അല്ല എങ്കിൽ നമുക്ക് കൊടുങ്ങല്ലൂർ, ചോറ്റാനിക്കര, അല്ലെങ്കിൽ പറശ്ശിനിക്കടവ്, അല്ലെങ്കിൽ മൂകാംബിക, അല്ലെങ്കിൽ തിരുപ്പതി, അല്ലെങ്കിൽ പഴനി, അല്ലെങ്കിൽ പിന്നെ ശാസ്താവ്, അയ്യപ്പസ്വാമി, ശാസ്താവ്, ശബരിമല, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്കാണ് ഏത് ഭാഗത്തേക്കാണ് കൂടുതൽ നമ്മളെ മനസ്സ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് എല്ലാ വർഷവും ആ ഭാഗത്തേക്ക്, ആ സന്നിധിയിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും യാത്ര ചെയ്യുകയും അവിടുത്തെ ദേവതയെ പ്രീതിപ്പെടുത്തുകയും അവിടുത്തെ ദേവതയ്ക്ക് നിവേദ്യ കാഴ്ച, അതുപോലെ സമർപ്പണം, നമ്മുടെ സാഷ്ടാംഗ നമസ്കാരം, ഇത്തരം കാര്യത്തിലൂടെയൊക്കെ ആ ദേവതയുടെ പ്രീതി നേടിയെടുക്കുകയും ആ ദേവതയെ നിത്യേന നമ്മൾ വിളക്കിലും കത്തിക്കുന്ന സമയത്ത് നമ്മൾ ആരാധിക്കും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുലദേവതയെ ഏതാണെന്ന് തിരിച്ചറിയുകയും കൂടുതൽ ആ ഭാഗത്തേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ ആ കുലദേവതയെ നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഇന്നിവിടെ കുലദേവതയെ നമുക്ക് തിരിച്ചറിയാനുള്ള പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുലദേവതയെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം നമ്മളെ മനസ്സ് കുലദേവതയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹൃദയം തുടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വഴിയിലൂടെ, ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ, ഏതെങ്കിലും ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുലദേവതയെ തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയായും ഉറപ്പാണ്. അതിന് അത്യാവശ്യം വേണ്ടത് ആ കുലദേവതയെ എനിക്ക് തിരിച്ചറിയണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു ഇച്ഛ, ആ ഒരു ആഗ്രഹം, ആ ഒരു ആവശ്യം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള വഴി നമുക്ക് തെളിഞ്ഞു കിട്ടുമെന്നുള്ളത് പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ എല്ലാവർക്കും ഇത് സ്വീകരിക്കാം. തീർച്ചയായിട്ടും ഇതിൽ യാതൊരു കളങ്കവുമില്ലാത്ത, യാതൊരു തരത്തിലുള്ള ഒരു അതിശയോക്തിയുമില്ലാത്ത ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് 100% നമുക്ക് സ്വീകരിച്ച് നമ്മുടെ കുലദേവതയെ നമുക്ക് മനസ്സിലാക്കി ആ കുലദേവതയെ നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ സർവ്വരക്ഷകയായിട്ട്, നമ്മളെ മുഴുവൻ സംരക്ഷണമായിട്ടും അതുപോലെ നമ്മളെ മുഴുവൻ ഉന്നതിക്കും വേണ്ടിയിട്ട് ആ ദേവതയെ നമുക്ക് കുടിയിരുത്താം. ആ ദേവതയ്ക്ക് പ്രത്യേക സ്ഥാനങ്ങളൊക്കെ കൊടുക്കാം. തറയായിട്ടോ പീഠമായിട്ടോ ശ്രീകോവിലായിട്ടോ ഏത് തരത്തിലുള്ള അതൊക്കെ കൊടുത്ത് നമുക്ക് ആരാധിച്ച് നമുക്ക് അതിനെ നമ്മളെ ജീവിതം, തീർച്ചയായിട്ടും നമ്മളെ കുടുംബജീവിതം സഫലമാക്കി തീർക്കാമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ വന്നിട്ടുള്ള എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ആ കുലദേവതയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.